നമ്മുടെ ഈ വയനാട് ഈ ചുരം ഒരു പുതിയ ചുരം വരുന്നു എന്ന് പറഞ്ഞൊരു ഇത് പറയുന്നു. ടണൽ വരുന്നു എന്നൊരു ഇതുണ്ടായിരുന്നു. നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി റിയാസ് വളരെ കൊട്ടിഘോഷിച്ച് പറഞ്ഞൊരു സംഭവമാണ്. അത് മറ്റൊരു പിന്നെ പാരിസ്ഥിതിക ആഘാതത്തിന് കാരണമായ ഒരു സംഭവമല്ലേ സാർ? അതുകൂടെ നമുക്ക് ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം സാർ. ഒരു സംശയവും വേണ്ട. നമ്മള് വയനാട്ടിൽ ഇപ്പോഴുണ്ടായ ദുരന്തമല്ല, ഇതിനു മുമ്പുണ്ടായ പുത്തുമലയല്ല, നിരവധി ഉരുൾപൊട്ടലുകൾ പലയിടത്തായി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വയനാടിൽ സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന വലിയൊരു പ്രതിഭാസം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ വെള്ളം ഇറങ്ങി നനഞ്ഞിരിക്കുന്ന ഭൂമിയിലേക്ക് വലിയ തോതിൽ വെള്ളം ഇറങ്ങുമ്പോൾ ആ ഭൂമി അങ്ങ് ഇരുന്നു പോകും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത്രയും വലിയൊരു ടണൽ ഭൂമിക്ക് അടിയിലൂടെ കുഴിക്കുമ്പോൾ എന്താഘാതമാണ് ആ മണ്ണിട്ടയ്ക്കും പാറയ്ക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന വലിയൊരു ചോദ്യമുണ്ട്. നമുക്കറിയാം, ഉത്തരാഖണ്ഡിൽ ഒരു വലിയ ടണൽ നിർമ്മിക്കാൻ ശ്രമിക്കുകയും അതിൽ നിരവധി പേർക്ക് വലിയ ദുരന്തം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഉത്തരാഖണ്ഡിലെ എത്രയോ ദിവസം ആൾക്കാർ പെട്ട് കിടന്നു, പണി ചെയ്ത ആൾക്കാർ പണി ചെയ്ത് പെട്ട് കിടന്നു. അത് മാത്രമല്ല, അത് ഇടിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു നമ്മുടെ കുതിരാൻ ഒരു ടണൽ ചെറിയത്, ഇതൊക്കെ നോക്കുമ്പോൾ വളരെ ചെറുത്. ആ കുതിരാൻ ടണലിൽ ഇപ്പോൾ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ടണലിന്റെ മുകളിലുള്ള മണ്ണും പാറയും ഈ ടണൽ തുറക്കുമ്പോൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും പ്രതികരിച്ചാൽ, എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടായാൽ, പ്രത്യേകിച്ചും അതിവർഷം വരുന്നൊരു ഘട്ടം വന്നാൽ ഈ മണ്ണും പാറയും വേർപെടുകയും ഇത് തകരുകയും ചെയ്താൽ ഈ ചുരം മാത്രമല്ല പ്രശ്നം. മാത്രമല്ല, ഈ ചുരം അവസാനിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പുത്തുമലയ്ക്ക് വളരെ അടുത്താണ് എന്നാണ്. അടിവാരത്ത് ആരംഭിച്ച് പുത്തുമല വരെ വന്നു നിൽക്കുന്നതാണ്, വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ മേപ്പാടിക്കപ്പുറം. അപ്പൊ അതുകൊണ്ട് ഈ പ്രദേശമൊക്കെ ഹൈലി സെൻസിറ്റീവാണ്. ഇന്നിപ്പോ ഒരാൾ പറഞ്ഞത് 35% താഴെ സ്ഥലത്ത് മാത്രമേ വയനാട്ടിൽ മനുഷ്യവാസം സാധ്യമാകൂ എന്നാണ്. അത് ISROയുടെ പഠനമാണ്, കാർഗിൽ പറഞ്ഞൊന്നുമല്ല, ISROയുടെ പഠനമാണ്. 36% സ്ഥലേ വയനാട്ടിൽ മനുഷ്യവാസ യോഗ്യമായുള്ളൂ, ഡിസാസ്റ്റർ ഇല്ലാതെ. അതിനിടയിലാണ് ഈ തുരങ്കവും കൂടി ഉണ്ടാക്കുന്നത്. വളരെ ഗഹനമായി ആലോചിച്ചിട്ട് മാത്രമേ അങ്ങനെ ഒരു പദ്ധതിക്ക് മുമ്പോട്ട് പോകാവൂ എന്നാണ് എന്റെ നിലപാട്. അതിനിപ്പോ പാരിസ്ഥിതികാഘാത പഠനം നടത്തിയിട്ടില്ല, അതിന് വരാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ സാമൂഹ്യാഘാത പഠനം, പാരിസ്ഥിതികാഘാത പഠനമൊക്കെ വരണം. അത് വരുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ നമ്മൾ അറിയുക. ഇത്തരത്തിലൊരു വലിയ ആഘാതം ഉണ്ടായ സ്ഥിതിക്ക് അല്ലേ സാർ ശരിക്കും പഠിച്ചിട്ടേ വയനാട് സെൻസിറ്റീവ് ആണ് എന്ന് നമ്മൾ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കുകയും അത്തരത്തിൽ ഇടപെടൽ നടത്തുകയും ചെയ്യണമെന്ന് എല്ലാ വിദഗ്ധരും പറയുകയും ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ ഇത്തരത്തിൽ ഇടപെടൽ നടത്താൻ പോകുന്നത്. അത് ഇപ്പോ കണ്ടതിനേക്കാൾ വലിയ ദുരന്തത്തിലേക്ക് കൊണ്ടുപോയാൽ അതിന് ഉത്തരവാദികൾ ഇതിന് തീരുമാനം എടുക്കുന്നവർ മാത്രമായിരിക്കും.